Hi everybody, VAC, Value Added Courses, third semester Science. So here we can see that the title of the paper, Farming Values, Literary and Cultural Narratives for Sciences. And today in this paper we are going to discuss the chapter We Refugees. We Refugees is a beautiful poem written by Benjamin Zephaniah. And Benjamin Zephaniah, he is a notable British writer, British poet. ആൻഡ് അദ്ദേഹം എഴുതിയിട്ടുള്ള ബെഞ്ചമിൻ സെഫനായ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ചെറിയൊരു കവിതയാണ് ഈ പറയുന്ന വി റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഇനി ഈ കവിതയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഈ കവിതയിൽ ഡിസ്കസ് ചെയ്യുന്നത്? ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ വി റെഫ്യൂജീസ്, നമ്മൾ അഭയാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ റെഫ്യൂജി ക്യാമ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വാക്കുകളായിരിക്കും. അഭയാർത്ഥി ക്യാമ്പുകൾ, ഇതൊക്കെ. സോ പല പ്രശ്നങ്ങൾ കൊണ്ടും, യുദ്ധം കാരണം, അതല്ലെങ്കിൽ കലാമിറ്റീസ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, ത്രെട്ട്, ഇതൊക്കെ കാരണം പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോയി അവിടെ അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരുന്ന, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് വി റെഫ്യൂജീസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, ഞാൻ നേരത്തെ ടൈറ്റിലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ടൈറ്റിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ്. വി റെഫ്യൂജീസ്, നമ്മളെല്ലാവരും ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ അഭയാർത്ഥികളാണ് എന്നുള്ളൊരു തീമിലേക്ക് ഈ കവിത കൊണ്ടെത്തിക്കുകയാണ്. അഭയാർത്ഥികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഐഡൻറ്റിറ്റി ഇഷ്യൂസ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന ഒരുപാട് സഫറിങ്സ്. ഒരു സ്ഥലത്തു നിന്നും, ഒരു രാജ്യത്തു നിന്നും അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്നും മാറി വേറൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ്. ചില ആൾക്കാർക്ക് അവരോടുള്ള സമീപനങ്ങൾ. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന റെഫ്യൂജീസിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണിത്. ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ ഈ പോയിറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് തീംസുകൾ ഇതിലുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്, സഫറിങ്സ്, അങ്ങനെ റെഫ്യൂജീസ് അനുഭവിക്കുന്ന ഒത്തിരി തീമുകളുണ്ട്. പക്ഷേ ഈ കവിത അവസാനിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നമ്മളെല്ലാവരും അഭയാർത്ഥികളാണ് എന്ന് പറയുന്നൊരു തീമിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. മാത്രമല്ല അഭയാർത്ഥികളോട് എപ്പോഴും ഒരു ഹ്യൂമാനിറ്റിയോട് കൂടിയിട്ടുള്ളൊരു സമീപനം ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു ആശയവും ഈ കവിത പറഞ്ഞു വയ്ക്കുകയാണ്. സോ ഇനി എന്തൊക്കെയാണ് ഈ കവിതയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ പോം വി റെഫ്യൂജീസ്. See, the poem tells about the theme of displacement, identity crisis and suffering experienced by refugees worldwide. അപ്പോൾ ഈ ഒരു കവിത എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ദ തീം ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്? അതായത് സ്ഥലം മാറുക, ഒരു ഇടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുക, ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതുപോലെ സഫറിങ്. ഇതൊക്കെ ആരനുഭവിക്കുന്നത്? റെഫ്യൂജീസ്, അതും വേൾഡ് വൈഡ്. അതായത് ഈ ലോകത്ത് ആകമാനം ഈ പറയുന്ന റെഫ്യൂജീസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളായ ഡിസ്പ്ലേസ്മെൻറ്റ്, ഐഡൻറ്റിറ്റി ക്രൈസിസ്, അവരുടെ സഫറിങ്സ്, ഇതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. ദ സ്പീക്കർ വാണ്ട്സ് മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജി ഇഷ്യൂസ് ഷുഡ് ബി ട്രീറ്റഡ് മോർ ഹ്യൂമൻലി. അപ്പോൾ മൈഗ്രേഷൻ, കുടിയേറ്റം, അതുപോലെ തന്നെ റെഫ്യൂജി ഇഷ്യൂസ് അല്ലെങ്കിൽ റെഫ്യൂജീസിനോടുള്ള പെരുമാറ്റം, ഇതൊക്കെ കുറച്ചുകൂടി ഒരു ഹ്യൂമൻ ടച്ചോട് കൂടിയിട്ട്, കുറച്ചുകൂടി ഹ്യൂമാനിറ്റിയോട് കൂടിയിട്ട് വേണം അവർ ട്രീറ്റ് ചെയ്യാൻ എന്ന് പോയിറ്റ് പറയുകയാണ്. The speaker in the poem introduces the theme of persecution and violence. ഇവിടെ ഈ പെർസിക്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേട്ടയാടുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ പലപ്പോഴും പലയിടത്തും ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ കുടിയേറ്റം അതല്ലെങ്കിൽ കുടിയേറി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ റെഫ്യൂജീസ്, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറി താമസിച്ച് അവിടെ നിൽക്കുന്ന ആൾക്കാർ, അവരോടൊക്കെ ഉള്ള ചില ആൾക്കാരുടെ സമീപനം വളരെ മോശമാണ്. അപ്പോൾ അവർ ഒരുപാട് വയലൻസ് അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് വേട്ടയാടൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്യൂ ഒക്കെയാണ് ഈ കവിതയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ സ്പീക്കർ ഇൻ ദ പോം ഇൻട്രൊഡ്യൂസസ് ദ തീം ഓഫ് പെർസിക്യൂഷൻ ആൻഡ് വയലൻസ്. ദ സ്പീക്കേഴ്സ് സോങ് എ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ സ്പീക്കർ ഒരു സോങ് പാടുന്നുണ്ട്, ഈ കവിതയിൽ സ്പീക്കർ ഒരു പാട്ട് പാടുന്നുണ്ട്. പക്ഷേ ആ പാട്ട് പോലും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരാളുടെ ആർട്ടിസ്റ്റിക് ടാലൻറ്റ് ഈ കുടിയേറ്റം സംഭവിച്ച അല്ലെങ്കിൽ കുടിയേറി വന്ന അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇടത്തു നിന്നും മറ്റൊരിടത്തേക്ക്, അതിൻ്റെ റീസൺ എന്തോ ആയിക്കോട്ടെ, പല രീതിയിലും റെഫ്യൂജീസ് വരാറുണ്ട്, അതിൻ്റെ റീസൺ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു വരുന്ന ഈ പറയുന്ന റെഫ്യൂജീസ്, അവരെ ഇഷ്ടപ്പെടുന്നില്ല അവിടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരോടുള്ള സമീപനം
തങ്ങളുടെ ലാൻഡിലേക്ക് വന്ന, തങ്ങളുടെ പ്ലേസിലേക്ക് വേറെ എവിടെന്നെങ്കിലും കുടിയേറി വന്ന ഇവരോടുള്ള ഒരു സമീപനം അത് വളരെ മോശമാണെന്ന് പറയുകയാണ്. അവരുടെ ഒരു ആർട്ടിസ്റ്റിക് ടാലൻറ്റുകളൊന്നും മാനിക്കാതെ, ഈ സോങ് എന്ന് പറയുന്നത് കവിയുടെ എന്താണ്, എ ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷനാണ്. അപ്പോൾ അതൊന്നും മാനിക്കാതെ ഈസ് മെറ്റ് വിത്ത് അഗ്രഷൻ. അവർക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ, കവിയുടെ പാട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ കവിയുടെ ആർട്ടിസ്റ്റിക് ടാലൻറ്റുകളൊന്നും അവർ മാനിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അവർ കണക്കിലെടുക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ദെയർ ഓൺ ബ്രദർ ഹാസ് ടേൺഡ് അഗെയിൻസ്റ്റ് ദം. ഇവരുടെ തന്നെ ബ്രദർ ഇവർക്കെതിരെ തിരിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരുടെ തന്നെ ബ്രദർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹോം ലാൻഡിനകത്ത് തന്നെ ഈ മൈഗ്രേഷനും റെഫ്യൂജി ക്യാമ്പുകളും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യയുടെ അകത്ത് തന്നെ കുടിയേറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ. അതായത് ഈ ആഭ്യന്തരമായിട്ട് നടക്കുന്ന കുടിയേറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് കേരളം എടുക്കുക, കേരളത്തിനകത്ത് തന്നെ ഇപ്പോൾ ഒരു ജില്ലയിലുള്ള ഒരാൾ വേറൊരു ജില്ലയിലേക്ക് കുടിയേറ്റം സംഭവിച്ചു പോകാറുണ്ട്. അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്ക് അകത്ത് തന്നെ ഒരു സ്ഥലത്തുള്ള ഒരാൾ മറ്റൊരു സ്ഥലത്തേക്ക് പിന്നെ റെഫ്യൂജി ആയിട്ട്, അഭയാർത്ഥിയായിട്ട് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്തോ ആവാം, ചിലപ്പോൾ ഫ്ലഡ് ആവാം, മണ്ണിടിച്ചിലാവാം, എന്തെങ്കിലും ചിലപ്പോൾ കലാപ പ്രശ്നങ്ങളാവാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ വിത്തിൻ ദാറ്റ് ഹോം ലാൻഡ്, അല്ലെങ്കിൽ വിത്തിൻ ദാറ്റ് കൺട്രി, അല്ലെങ്കിൽ വിത്തിൻ ദാറ്റ് സ്റ്റേറ്റ്, അപ്പോൾ അതിനകത്ത് തന്നെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹോം ലാൻഡ്, ഒരു രാജ്യത്തിനകത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ചാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സഹോദരന്മാരാണെന്ന് പ്രതിജ്ഞയൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളെല്ലാവരും ഒരു ബ്രദർഹുഡ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രാജ്യത്തെ ആൾക്കാർ തന്നെ കുടിയേറി വന്ന ഈ പറയുന്ന റെഫ്യൂജീസിനോട് മോശമായിട്ട് പെരുമാറുമ്പോൾ ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്, സ്വന്തം ബ്രദർ തന്നെ പിന്നെ തങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന് പറയുന്നത്. അതാണ്, ആ രീതിയിലാണ് വായിക്കേണ്ടത്. ഓക്കെ. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ബ്രൂട്ടാലിറ്റി ആൻഡ് ഡിവിഷൻ വിത്തിൻ ദെയർ ഹോം ലാൻഡ്. കണ്ടോ, അവരുടെ തന്നെ ഹോം ലാൻഡിലെ, അവരുടെ തന്നെ നേറ്റീവ് പ്ലേസിലെ, അല്ലെങ്കിൽ അവരുടെ തന്നെ പ്ലേസിൽ നടക്കുന്ന ഈ പറഞ്ഞ പോലെ റെഫ്യൂജീസ് അനുഭവിക്കുന്ന ബ്രൂട്ടാലിറ്റിയും ഡിവിഷനും, വേർതിരിവ്, വേറെ കാണൽ, മാർജിനലൈസേഷൻ, ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയാറില്ല, വരത്തന്മാരൊക്കെ മാറ്റി നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കൂടുതൽ അതിലേക്ക് ഞാൻ വരുന്നില്ല, ഇനി ബാക്കിയുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്പീക്കർ എക്സ്പ്ലെയിൻസ് ദ തീം ഓഫ് പെർസെക്യൂഷൻ ഫോക്കസിങ് ഓൺ റേസിസം. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് റേസിസം. എന്താണ് റേസിസം? ഈ പറയുന്ന പോലെ തന്നെ നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ വംശത്തിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തുന്ന ഒരു കൈൻഡ് ഓഫ് ബ്ലഡി ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ അത് ഒക്കെ ഇതിൽ റിവീൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഒക്കെ ഈ പറയുന്ന കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ റെഫ്യൂജീസായിട്ട് വരുന്ന ആൾക്കാരെ അതിൻ്റെ പേരിലൊക്കെ ഉപദ്രവിക്കുന്ന, മാറ്റി നിർത്തുന്ന, വേറെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ റേസിസത്തിൻ്റെ കാര്യം പറയാനുള്ള റീസൺ, ഇപ്പോൾ കവിതയിൽ പറയുന്നുണ്ട്, ദ ഹെയ്റ്റ് ഹിസ് ഷെയ്ഡ് ഓഫ് സ്കിൻ, അതായത് സ്കിൻ കളർ ബേസ് ചെയ്തിട്ടാണ്. ദെൻ റിലീജിയസ് ഇൻടോളറൻസ്, അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ഇൻടോളറൻസും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കവിതയിൽ പറയുന്നുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ്, ദേ ഡോണ്ട് ലൈക്ക് ദ വേ ഹി പ്രേസ്. അപ്പോൾ ഇവിടെ സ്പീക്കർ പ്രാർത്ഥിക്കുന്ന രീതിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവിടെ റിലീജിയസിൻ്റെ പേരിൽ, റേസിസത്തിൻ്റെ പേരിൽ ഒക്കെ എന്ത് സംഭവിക്കുകയാണ്, ഇഷ്ടക്കേടുകളും മാറ്റി നിർത്തലുകളൊക്കെ ഈ റെഫ്യൂജീസിൻ്റെ നേരെ അഴിച്ചുവിടുകയാണ്. ആൻഡ് സപ്രഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ഫ്രീഡം, അതുകൊണ്ട് ബ്രാക്കറ്റിൽ കൊടുത്ത് നോക്കൂ, ദ ബാൻ ഫ്രീ പോയട്രി. ഇപ്പോൾ ഫ്രീ പോയട്രി ഒക്കെ ബാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ആളുടെ ആർട്ടിസ്റ്റിക് ഫ്രീഡം അതിന് ഒരു തടസ്സം വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു സപ്രഷൻ, അടിച്ചമർത്തൽ അതിൻ്റെ നേരെ വരുന്നു. അപ്പോൾ പല രീതിയിലും ഈ പറയുന്നത് പോലെ റെഫ്യൂജീസിനെ ഒരു വേറെ കാണൽ അല്ലെങ്കിൽ മാറ്റി നിർത്തൽ ഉണ്ട് എന്ന് പറയുകയാണ്. ദ സ്പീക്കേഴ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആർ നോട്ട് അക്സെപ്റ്റഡ് ഇൻ ദെയർ ഹോം ലാൻഡ്. ഇപ്പോൾ ഈ കവിതയിലുള്ള സ്പീക്കറിൻ്റെ ഐഡൻറ്റിറ്റിയും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് എക്സ്പ്രഷനും ആർട്ടിസ്റ്റിക് ടാലൻറ്റും ഒന്നും ഇദ്ദേഹം ഈ പറയുന്ന ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. സോ ദ സ്പീക്കേഴ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആർ നോട്ട് അക്സെപ്റ്റഡ് ഇൻ ദെയർ ഹോം ലാൻഡ്. അപ്പോൾ അവരുടെ ആ ഒരു ഹോം ലാൻഡിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സ്പീക്കർ കുടിയേറ്റം സംഭവിച്ച്, അല്ലെങ്കിൽ ഒരു റെഫ്യൂജിയാണ്, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ടാലൻറ്റോ, ഇദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് എക്സ്പ്രഷനോ, ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും അവിടുത്തെ കാര്യം അക്സെപ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല എന്ന് പറയുകയാണ്. ലേറ്റർ ദ പോം ടെൽസ് അബൌട്ട് ദ റെസ്ട്രിക്റ്റീവ് ആൻഡ് ഒപ്രസീവ് നേച്ചർ ഓഫ് ദി സ്പീക്കേഴ്സ് ഹോം ലാൻഡ്, where girls are denied education and people are forced to conform to certain beliefs and practices. അതേപോലെ തന്നെ ഇദ്ദേഹം പറയുകയാണ്, കവിതയിലുള്ള സ്പീക്കർ പറയുകയാണ്, ദ പോം ടെൽസ് അബൌട്ട് ദ റെസ്ട്രിക്റ്റീവ് ആൻഡ് ഒപ്രസീവ് നേച്ചർ ഓഫ് ദ സ്പീക്കേഴ്സ് ഹോം ലാൻഡ്. സ്പീക്കറിൻ്റെ ഹോം ലാൻഡിലുള്ള ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രിക്റ്റ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന, ഒപ്രസീവ്, അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം.
ഈ സ്പീക്കറിൻ്റെ ഹോംലാൻഡിലെ. അപ്പോൾ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു നേച്ചർ ഇതിൽ പറയുകയാണ്. അവിടെ ഗേൾസ് ആർ ഡിനൈഡ് എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ പിന്നെ കിട്ടില്ല, അവിടെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൻഡ് പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു കൺഫേം ടു സെർട്ടൻ ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ്, അവിടെയുള്ള ആൾക്കാർ സെർട്ടൻ ബിലീവ്സ്, സെർട്ടൻ പ്രാക്ടീസസ് ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പലതിനും റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന, വിദ്യാഭ്യാസം പോലെയുള്ള മറ്റു പല കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന, അതുപോലെ തന്നെ ഒപ്രസീവായിട്ടുള്ള അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിനെ കുറിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. Then the poet tells laws of natural beauty and cultural heritage. അതേപോലെ തന്നെ കവി തൻ്റെ ഹോംലാൻഡിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ലോസ് ഓഫ് നാച്ചുറൽ ബ്യൂട്ടി, അവിടുത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, അവിടുത്തെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദ സ്പീക്കേഴ്സ് ഹോംലാൻഡ് ഹാസ് ബീൻ ട്രാൻസ്ഫോംഡ് ഓർ ഡിസ്ട്രോയിഡ്, ലീവിങ് ദം വിത്ത് എ സെൻസ് ഓഫ് ലോസ് ആൻഡ് ഡിസ്കണക്ഷൻ. അപ്പോൾ സ്പീക്കറിൻ്റെ ഹോംലാൻഡ് ആകെ ഇപ്പോൾ തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു എന്ന് പറയുകയാണ്. ആകെ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നു, ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ്, നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലീവിങ് ദം വിത്ത് എ സെൻസ് ഓഫ് ലോസ് ആൻഡ് ഡിസ്കണക്ഷൻ. ഇവരെ ബാക്കി വെച്ചു, അവിടെ ഈ മനുഷ്യരെ ബാക്കി വെച്ചു, ഈ സ്പീക്കർ ഉൾപ്പെടെയുള്ള കുറച്ച് മനുഷ്യരെ ബാക്കി വെച്ചു. സെൻസ് ഓഫ് ലോസ് ആൻഡ് ഡിസ്കണക്ഷൻ, അവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, ഒരുപാട് ഡിസ്കണക്ഷൻസ് ഉണ്ടായി, ഒരുപാട് ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. നമുക്കറിയാം, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പോകുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദെൻ പോയറ്റ് ടെൽസ് എനിവൺ ക്യാൻ ബിക്കം എ റെഫ്യൂജി. പോയിട്ട് പറയുകയാണ് ആർക്കും ഒരു റെഫ്യൂജി ആവാം എന്ന് പറയുകയാണ്. അതായത് നമ്മുടെയൊക്കെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. ചിലപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന എൻ്റെ ഈ സ്ഥലത്ത് ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കലാമിറ്റി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇവിടുന്ന് മാറിപ്പോകേണ്ടി വരും. സോ ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പോയറ്റ് ടെൽസ് എനിവൺ ക്യാൻ ബിക്കം എ റെഫ്യൂജി റിഗാർഡ്ലെസ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടോ സ്കിൻ കളറോ അല്ലെങ്കിൽ ഇയാൾ ഇന്ന റേസിൽപ്പെട്ട ആളാണ്, ഇയാൾ ഈ രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടിയ ആളാണ്, ഇതൊന്നും അവിടെ ഒരു ഫാക്ടറല്ല. ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് കോൺഫ്ലിക്റ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓർ ഒപ്രസീവ് ലീഡർഷിപ്പ്. അപ്പോൾ ഈ റെഫ്യൂജീസ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിരിക്കാം, പ്രകൃതി ദുരന്തങ്ങൾ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളായിരിക്കാം, അതല്ലെങ്കിൽ ഒപ്രസീവ് ലീഡർഷിപ്പ്, ഒപ്രസീവായിട്ടുള്ള ഒരു ഭരണം. അപ്പോൾ ആ ഭരണം സഹിக்க വയ്യാതെ പോകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ പല റീസൺസും ഉണ്ടാകാം എന്ന് പറയുകയാണ്. ദെൻ ഹി ടെൽസ് ഹോംലാൻഡ് ഈസ് വൾണറബിൾ. എന്താണ് ഈ വൾണറബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം വീക്കായിട്ടുണ്ട്. വൾണറബിൾ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഒന്നും താങ്ങാനൊരു കെൽപ്പില്ല. വെർ ദ സ്പീക്കർ ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി മസ്റ്റ് കോൺസ്റ്റൻ്റ്ലി അഡാപ്റ്റ് ആൻഡ് മൈഗ്രേറ്റ് ടു സർവൈവ്. അങ്ങനെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് അവർ മാറി താമസിക്കാനായിട്ട് നിർബന്ധിതരായതാണ്. The speaker have a deep connection to the ancestral home, but he really want to live. അപ്പോൾ തൻ്റെ ഒരു ആൻസെസ്ട്രൽ ഹോം, തൻ്റെ ആ ഒരു ഹോംലാൻഡ്, അതിനോടൊരു പ്രിയവും ഇഷ്ടവും ഒക്കെ അയാളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രിയം ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടുന്ന് പോന്നു. ദിസ് സ്റ്റാൻസ ഡിസ്ക്രൈബ്സ്, അതായത് ഈ പറയുന്ന ദിസ് സ്റ്റാൻസ then he describes the homeland that has been commercialized and militarized. അതായത് തൻ്റെ ആ ഒരു ഹോംലാൻഡ്, അവിടുത്തെ ഒരു ബ്യൂട്ടി, അവിടുത്തെ ഒരു ഭംഗി, ഇതൊക്കെ കൊമേഴ്ഷ്യലൈസ്ഡ്, ടൂറിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഒരു കൊമേഴ്ഷ്യലൈസേഷൻ അവിടെ വന്നതിനെക്കുറിച്ച് പറയുന്നു. ആൻഡ് അതുപോലെ തന്നെ മിലിറ്ററൈസ്ഡ്, ഈ പറയുന്നത് പോലെ തന്നെ പല ഭരണങ്ങളും അതല്ലെങ്കിൽ ഒപ്രസീവായിട്ടുള്ള പല ഇൻസിഡൻറ്റുകളും സംഭവങ്ങളും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഇൻസിഡൻറ്റുകൾ അവിടെ ഉണ്ടായതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. where the speaker is confronted with the harsh realities of exploitation and violence. അപ്പോൾ തൻ്റെ ഹോംലാൻഡ് എന്ന് പറയുന്നത് അവിടെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണെന്ന് പറയുകയാണ്, അതുപോലെ തന്നെ വയലൻസ് നടക്കുകയാണെന്ന് പറയുകയാണ്. The speaker's nationality, identity and history are being erased or distorted from ഹിസ്റ്ററി ബുക്സ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് തൻ്റെ ഒരു ഐഡൻറ്റിറ്റി, താൻ ആരാണ് എന്നുള്ളത് ഐഡൻറ്റിറ്റി, അത് ചരിത്രത്തിൽ നിന്നും മായ്ച്ച്
മായ്ക്കപ്പെടും എന്ന് പറയുകയാണ്. എവിടെയും രേഖപ്പെടുത്തി വെക്കില്ല, അതല്ലെങ്കിൽ എവിടെയും അത് ആ ഒരു ഡോക്യുമെൻ്റ് എവിടെ ഉണ്ടാവില്ല, അതൊക്കെ മാഞ്ഞു പോകും എന്ന് പറയുകയാണ്. ദ സ്പീക്കേഴ്സ് നാഷണാലിറ്റി, ഐഡൻറ്റിറ്റി ആൻഡ് ഹിസ്റ്ററി ആർ ബീങ് എറേസ്ഡ് ഓർ ഡിസോർട്ടഡ് ഫ്രം ഹിസ്റ്ററി ബുക്സ്. ഹി ടെൽസ് എനിവൺ ക്യാൻ ബിക്കം എ റെഫ്യൂജി. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ആർക്കും ഒരു റെഫ്യൂജി ആവാം. ആൻഡ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ഒക്കർ സഡൻലി. ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഒരു കുടിയേറ്റം അല്ലെങ്കിൽ ആ മാറിപ്പോകുന്ന അവസ്ഥ പെട്ടെന്നായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുന്നത്. അൺഎക്സ്പെക്റ്റഡ്ലി, പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഉണ്ടാവുന്നത്. ഓഫൺ ഡ്യൂ ടു ഡിസിഷൻസ് മെയ്ഡ് ബൈ അതേഴ്സ്. പലപ്പോഴും ചിലപ്പോൾ അങ്ങനെ മാറിപ്പോവാൻ കാരണമാകുക മറ്റു പലരുടെയും തീരുമാനങ്ങളായിരിക്കും എന്ന് പറയുകയാണ്. എവ്രി വൺ ഹാസ് എ സ്റ്റോറി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റെസിലിയൻസ്. എല്ലാവർക്കും പറയാനുണ്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കഥ എന്ന് പറയുകയാണ്. എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെല്ലാവരും റെഫ്യൂജീസ് ആണെന്ന് പറയുകയാണ്. And in the final stanza of the poem, the speaker emphasized that we all have refugee roots. നമുക്കെല്ലാവർക്കും ഒരു റെഫ്യൂജി റൂട്ട് ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ അച്ഛൻ, അതല്ലെങ്കിൽ അവരുടെ മുൻപത്തെ തലമുറ, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ തലമുറ, എങ്ങനെ പോയാലും നമുക്കൊരു റെഫ്യൂജി റൂട്ട് ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. The speaker argues that we should not live in fear of the weather or troubles. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ വെതർ, കാലാവസ്ഥ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, കുഴപ്പം, അതിനൊന്നും പേടിച്ച് നമ്മൾ ജീവിക്കരുത്. The speaker argues that we should not live in fear of the weather or troubles. അപ്പോൾ ഇതിനൊന്നുമല്ല പേടിക്കേണ്ടത്, ഇതിനൊന്നും പേടിച്ചിട്ട് നമ്മൾ നിൽക്കരുത്. നമുക്ക് ഒരുപാട് ലൈഫ് മുന്നോട്ടുള്ളതാണ്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം കുറേ കാര്യങ്ങൾ. ബട്ട് റാദർ നോളേജ് അവർ ഷെയർഡ് ഹ്യൂമാനിറ്റി ആൻഡ് കോമൺ എക്സ്പീരിയൻസസ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ പറയുന്ന വെതറിനെയോ ട്രബിളിനെയോ ഒന്നും പേടിച്ച് കഴിയരുത്. പക്ഷേ ഇത് പറഞ്ഞതുപോലെ തന്നെ മൈഗ്രേഷനും റെഫ്യൂജീസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ്മെൻറ്റുകളും ഒക്കെ സംഭവിക്കാം. പക്ഷേ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? ഹ്യൂമാനിറ്റി. അപ്പോൾ ഈ ഒരു ഹ്യൂമാനിറ്റി, അതായത് ഈ റെഫ്യൂജീസിനോടുള്ള ഒരു പെരുമാറ്റം, ഒരു അപ്രോച്ച്, അതൊരു മാനവികത അതിൽ കാണിക്കണമെന്ന് പറയുകയാണ്, ഒരു മനുഷ്യത്വം അതിൽ കാണിക്കണമെന്ന് പറയുകയാണ്. ഇതൊരു കോമൺ എക്സ്പീരിയൻസ് ആണ്. ഒന്നുകിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു റെഫ്യൂജി ആവാം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ ഒരു റെഫ്യൂജി റൂട്ട് ഉണ്ടാകാം എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ഒരു ഹ്യൂമാനിറ്റിയോട് കൂടിയുള്ളൊരു സമീപനമായിരിക്കണം അവരോട് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ടൈറ്റിൽ പറയുന്ന അതേപോലെ തന്നെ വി റെഫ്യൂജീസ്, നമ്മളെല്ലാം അഭയാർത്ഥികളാണ് എന്നുള്ള തീമിലേക്ക് ഈ കവിത കൊണ്ടെത്തിക്കുകയാണ്. ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നമ്മളെല്ലാവരും അഭയാർത്ഥികളാണ്. അപ്പോൾ ഈ അഭയാർത്ഥികളോട് ഒരു ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റിയോട് കൂടിയുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഉണ്ടാവേണ്ടതെന്ന് പറയുകയാണ്. അവരനുഭവിക്കുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ്, അവരനുഭവിക്കുന്ന സഫറിങ്സ്, അല്ലെങ്കിൽ എന്തു റീസൺ കൊണ്ടാണോ അവർ ആ ഒരു മദർ ലാൻഡ് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് വരുന്നത്, അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഹോം സിക്നെസ്, അവരുടെ നാടിനോടുള്ള ആ ഒരു പ്രിയം, അതല്ലെങ്കിൽ പക്ഷേ അവർക്ക് ജീവിക്കണം, അതുകൊണ്ട് അവർ ആ നാട് വിട്ട് പോകുന്നു. അപ്പോൾ അവരുടെ ആ ഒരു മെൻറ്റൽ ട്രോമ, അവർ പാസ് ചെയ്ത് പോകുന്ന ഒരു മെൻറ്റൽ ട്രോമ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കവിതയാണ് ഈ പറയുന്ന വി റെഫ്യൂജീസ്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി ബൈ ഓൾ, താങ്ക് യു.